മോനിങ്ങനെ ഇത് കണ്ടോ, എന്നെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കേട്ടോ, ഇരിക്കുന്ന എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നും പതിവ് പോലെ മോൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എന്നും കണ്ടൻറ്റ് കൊണ്ടുവരണം, എന്നും വീഡിയോ ഇടണം എന്നും അവനെ കാണുന്ന ഫാൻസുകാർ കാത്തിരിക്കുന്ന എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും കൊച്ചു ഇതായിട്ടൊക്കെ വരും. അപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല കണ്ടൻറ്റ് കിട്ടും, ചില സമയം ഇതുപോലത്തുള്ള ചെറിയ കണ്ടൻറ്റുകളെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നാക്ക് വഴുതി പോകുന്ന കേട്ടോ രാവിലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കുന്നതിലോ എഡിറ്റിങ്ങിലോ ഒക്കെ എനിക്കറിയാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. എനിക്ക് ആരും തന്നെ ഒരു ഹെൽപ്പൊന്നുമില്ല. എല്ലാ എഡിറ്റിങ്ങും തംബ്നെയിലും ക്യാപ്ഷനും വീഡിയോ എടുക്കലും എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ മകനും ഒക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സ് ഒരുത്തൻ ഉറക്കമായി കേട്ടോ. പുറത്തൊക്കെ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ചു, കാലൊക്കെ തുടച്ച് കയറ്റി. അവനിപ്പം ഇങ്ങനെ കിടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ തലയണിയിലൊക്കെ കിടന്നോളും. എന്താണെന്നറിയാമോ, അച്ഛനൊക്കെ ഫുഡ് കഴിഞ്ഞ് വന്ന് 9 മണിയുടെ ന്യൂസും ഒക്കെ കണ്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ കിടക്കുള്ളൂ. അപ്പോൾ അച്ഛൻ വരുമ്പോഴാണ് അവൻ നേരാമണ്ണം കിടക്കുന്നത് കേട്ടോ. അതുവരെയും ഇങ്ങനെയൊക്കെ ഈ ഗോഷ്ഠിയിലൊക്കെ കിടക്കുന്നുണ്ടോ. കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഡാഡിയോടി ഇങ്ങനെ ഇരിച്ചിട്ടാണ്. രാവിലെയുള്ള ഇരിപ്പ് വേണ്ട, വെച്ചിട്ട് കഴിക്കണ്ടേ? തണുക്കണ ഡാഡിയോടി ഇങ്ങനെ ഇരിച്ചിട്ടാണ്. തണുക്കണ പൊന്നിന് വെച്ചിട്ട് വേണ്ടേ? അമ്മയുടെ പൊന്നിന് വെച്ചിട്ട് വേണ്ടേ? ഡാഡിയോടെ രാവിലെ ചായയും കുച്ചിരിക്കണേ. ചായ വെക്കുമ്പോൾ പൊന്നിന് പിച്ചിട്ട് വേണ്ടേ? മമ്മിയുടെ പോന് പിച്ചിട്ട് വേണ്ടേ? നമ്മുടെ പൊന്നേ ബാ, പിച്ചിട്ട് തരാം ബാ. എന്നോടൊരു സബ്സ്ക്രൈബ് ചോദിച്ചായിരുന്നു ഇവൻ ഏത് ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റല്ല കേട്ടോ, പ്യുവർ പെറ്റ് അവൻ്റെ തന്നെ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. ഇങ്ങനെ അവൻ്റെ പെറ്റ് കടയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഞാൻ കാണിക്കാറുണ്ട്, ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും. അപ്പോൾ അതൊന്ന് കാണുക, പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് അവൻ്റെ ബിസ്ക്കറ്റ്. ഇത് കണ്ടോ. അല്ലാതെ ഞങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ഞങ്ങൾ കൊടുക്കാറില്ല കേട്ടോ. ഇവനിത് ഇഷ്ടം പോലെ മേടിച്ച് വെക്കും, പാക്കറ്റ് കണക്കും. ഞങ്ങൾ ബോട്ടിൽ 1, 2, 3 ബോട്ടിൽ ഒന്നിച്ച് മേടിച്ച് വെക്കാറുണ്ട്. ചിലപ്പോൾ 1, 2 പാക്കറ്റൊക്കെ ഒന്നിച്ച് മേടിച്ച് തീരുമ്പോൾ പിന്നെയും പോവും മേടിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു, അതുകൊണ്ടാണ്. എൻ്റെ മോനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കിടക്കുന്നതും ചേട്ടനോട് കിടക്കുന്നതും ചേച്ചിയോട് കിടക്കുന്നതും അവനെപ്പോഴും ഇങ്ങനെ ഹ്യൂമനായിട്ട്, അവനൊരു ഹ്യൂമൻ ഫാമിലി തന്നെയാണ്. ഇപ്പോൾ അവനിങ്ങനെ നമ്മളെ മനുഷ്യരായിട്ട് തന്നെ, അതായത് ചേട്ടനും ചേച്ചിയും അമ്മയും ഡാഡിയും ഒക്കെ വേണം കിടക്കണമെങ്കിൽ എല്ലാത്തിനും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറുപ്പത്തിൽ നോക്കിയതും അങ്ങനെയാണ് അവനെ. അല്ലാതെ അവനെങ്ങനെ നമ്മൾ കെട്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി അഴിച്ചു വിടുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് വീഡിയോ എടുത്തതിന് ശേഷം കെട്ടിയിടുകയോ അവനെ കൂടോ കെട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഇടയ്ക്ക് ആ ബെൽറ്റ് ഇടുന്നത് നമ്മൾ അവൻ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഓടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ബെൽറ്റ് ഇടുന്നത്. അവന് ഇഷ്ടംപോലെ മരുന്നുകളില്ലേ, ഇവർക്ക് മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. സ്കിന്നിൻ്റെ, ലിവറിൻ്റെ, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നില്ലേ, പഴയ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, നേരത്തെയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം. അപ്പോൾ അതൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് മാത്രം അവനാവുന്ന ബെൽറ്റ്. അല്ല ഞങ്ങൾ പിന്നെ ഭക്ഷണം പ്രിയനല്ല കേട്ടോ. ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി പിറകോട്ടാണ്. അപ്പോൾ ഒന്ന് ബെൽറ്റ് ഇട്ട് കെട്ടൂല, അങ്ങനെ ബെൽറ്റ് ഇടുമ്പോൾ ഇവൻ ഓടിപ്പോവില്ല, അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ കയറിപ്പോവും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും, പിന്നെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കെട്ടിയിടും, അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒറിജിനലാണ്. ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കുന്നു, ഞങ്ങളുടെ കൂടെ തന്നെ തലയണിയിൽ തല വെച്ച് കിടക്കുന്നു, അവൻ്റെ അച്ഛൻ്റെ കൂടെ കിടക്കുന്നു, എൻ്റെ ചേച്ചിയുടെ കൂടെ കിടക്കുന്നു, എല്ലാം. കാരണം ഞാൻ അവനെ
എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്നു. ഒരു സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല. ഇച്ചിരി മുടി എത്ര നമ്മൾ മെഡിസിൻ കൊടുത്താലും ഇച്ചിരി മുടി വീട്ടിലുണ്ടാകും കേട്ടോ, അത് സത്യാവസ്ഥയാണ്, ഉണ്ടാവും. പിന്നെ അല്ലാതെ പല്ല് തേപ്പിക്കൽ, അവൻ്റെ പേസ്റ്റ് വേറെ, അവൻ്റെ ബ്രഷ് വേറെ. അവൻ ബ്രഷ് ഇട്ട് അവനെ തേക്കാൻ ഇച്ചിരി ഇതാണെങ്കിൽ ഞാൻ കൈ കൊണ്ട് തേച്ച് കൊടുക്കും. ഞാൻ കൈ കൊണ്ട് തേച്ച് കൊടുക്കുന്ന അവന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഷ് വേറെ, പേസ്റ്റ് വേറെ, അവൻ്റെ മെഡിസിൻസ് വേറെ, അവൻ്റെ പൗഡർ ഇഷ്ടം പോലെ, ഒന്നിനും ഓരോ അവന് 3-4 പൗഡറുകൾ, സ്പ്രേ, അവൻ്റെ ഷാമ്പു, അവൻ്റെ എല്ലാം. പിന്നെ ഞങ്ങൾ അപ്പപ്പോൾ ഡോക്ടറിനെ കാണിക്കുന്നു, അവൻ്റെ വെയിറ്റ് നോക്കുന്നു, അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു സബ്സ്ക്രൈബറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെയുള്ള വീഡിയോ കാണണം, അപ്പോഴേ എൻ്റെ വീഡിയോസിൽ ഇവനെ നോക്കുന്ന എങ്ങനെയെന്ന് മനസ്സിലാക്കുള്ളൂ. കാരണം ഞങ്ങൾ എത്ര പൊന്നുപോലെ അവനെ നോക്കുന്നത് കേട്ടോ. അതുപോലെ ഇവന് വെള്ളത്തിലൊക്കെ ഇറങ്ങി ചെളിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അലർജി ഉണ്ടാവും. ഈ വീട്ടിലിട്ട് ഇങ്ങനെ ഇവനെ നോക്കി. അപ്പം അങ്ങനെയുള്ള ഒരു ഇതപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോയും നേരത്തെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ. കിടന്നോട്ടെ, അവിടെ കിടന്നു, തണുപ്പാണ്, കിടന്നു. കുറച്ച് കഴിഞ്ഞ് എണീറ്റാൽ മതി കേട്ടോ. ഡിച്ചറ്റൊക്കെ കഴിച്ചല്ലോ പൊന്നു. ഇവിടെ കിടന്നു. ഇത് കണ്ടു ഫ്രണ്ട്സ്, കിടന്നോളാൻ പറഞ്ഞാൽ കിടക്കും കേട്ടോ, കയറാൻ പറഞ്ഞാൽ കിടക്കും. പാവം ചേട്ടൻ കിടക്കണം. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കിടക്കാനായി പറഞ്ഞ് കിടക്കണം കേട്ടോ. നല്ല തണുപ്പുണ്ട് ഫ്രണ്ട്സ്, ജാനുവരി അല്ലേ. അപ്പോൾ അവൻ്റെ അച്ഛനും പോയി ചായയൊക്കെ കൂടെ. അവൻ 5 മണിക്ക് പോയി കേട്ടോ, പതിവ് പോലെ മോർണിംഗ് വാക്കിനൊക്കെ പോയി. ഒന്ന് തുടച്ചൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കട്ടൻ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ തണുപ്പല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഒരു ചക്കര കാപ്പിയൊക്കെ കുടിക്കും കേട്ടോ. ചക്കര ഇട്ട്, അതായത് കരിപ്പട്ടി ഇട്ടൊക്കെ ചായ കുടിക്കും കേട്ടോ. അവനും വന്നിരുന്ന്, അവനും ബിസ്ക്കറ്റ് കൊടുത്ത് പിള്ള ഇങ്ങനെ വന്ന് കിടക്കുന്ന കണ്ടില്ലേ. ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ കിടക്കണം എന്നാ. ഇനി കിടന്നോളും കുറച്ച് നേരം, ബിസ്ക്കറ്റ് കഴിച്ചല്ലോ. ഇനി എണീറ്റ് ചിക്കനോ, ഇനി അവൻ എണീക്കും ഒരു 9 മണിയാകുമ്പോൾ, 8:30-9 മണിയാകുമ്പോൾ എണീക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റൊക്കെ തുറക്കുന്ന സൗണ്ട് കേട്ട് അവൻ എണീക്കും കേട്ടോ. അങ്ങനെയാണേ. അപ്പോൾ ഇന്നും ഒരു കൊച്ചു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഞാനും തല ചെയ്യാനായി വന്ന് നിൽക്കുന്നു. ഡാഡി കുളി കഴിഞ്ഞ് വന്ന് കണ്ടോ എന്തൊക്കെയാണ്. ഡാഡി എന്ത് ചെയ്യണോ അവിടെ അവന് അതും ചെയ്യണം. കണ്ടോ. പതിവ് പോലെ തന്നെ അച്ഛയെ കൊണ്ടാക്കാനാണ് ആ നിൽക്കുന്നത് കേട്ടോ. അതെ, ഇത് കണ്ടോ, തല തിരിച്ചിരിച്ച് കിടക്കണ കണ്ടില്ലേ. കൊണ്ടാക്കിയിട്ട് വാ, ആര് പറഞ്ഞു വേണ്ടാന്ന്. കൊണ്ടാക്കിയിട്ട് വന്നോ. അച്ഛയുടെ കൂടെ ഗേറ്റിൻ്റെ അവിടെ പോകേണ്ട സന്തോഷമാണ് അവന്. കേട്ടെ അച്ഛാ, നിൽക്ക്. പൊന്നീനെ കൊണ്ടുപോയി തല തിരിഞ്ഞിരിഞ്ഞ് നടക്കുന്ന സന്തോഷം കൊണ്ടിട്ടാ കേട്ടോ. ഇങ്ങോട്ട് വന്നേ. വരട്ടെ അച്ഛാ, ഈ ധൃതി പിടിക്കല്ലേ. വരട്ടെ അച്ഛാ, വരട്ടെ, ധൃതി ഷൂ കെട്ടണ്ടേ. ഇപ്പോൾ ഒരു സ്വഭാവം തല തിരിച്ചിരിച്ച് കിടക്കുന്നത്. അതെന്താ ഇങ്ങനെ കിടക്കണം? തല തിരിഞ്ഞു പോകണം എന്താ? സന്തോഷം കൊണ്ട് തലയൊക്കെ തിരിച്ച് പീഡിച്ച് ഒരു നടപ്പ്. ഇപ്പം തുടങ്ങിയ ഒരു ഇതാണ്. ശരി, ഇനിയിപ്പോൾ അവിടെ ഒരു പോക്ക് കണ്ടില്ലേ. കൊണ്ടുപോകേണ്ട സന്തോഷം. ചേട്ടൻ പൊപ്പറാളത്തിപ്പോയി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അച്ഛൻ്റെ കൂടെ പോവാനാണ് കിടന്ന്. കണ്ടോ, ഒരു സ്വഭാവം തുടങ്ങിയിരിക്കുന്ന തല തിരിച്ചിരിച്ച് ഒരു നടപ്പ്. അമ്മയുടെ കള്ളച്ചക്കൻ തയ്യാറായി. ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക പൊന്നാ. ശരി, കൊണ്ടാക്കിയിട്ട് വാ. ശരി, ഓട്ടം കണ്ടില്ലേ. ശരി, കൊണ്ടാക്കിയിട്ട് വാ. ശരി. മൊബൈൽ എടുത്താട്ടാ. ഉണ്ട്, മോളുടെ കയ്യിലുണ്ടല്ലോ ഒരു ചാവി. ഒരുത്തൻ ഡാഡിയെ കൊണ്ടാക്കാൻ പോയിട്ട് നടക്കണം നടപ്പ്. വരുന്നുണ്ട് കണ്ടോ. ഡാഡിയെ കൊണ്ടാക്കാൻ പോയതാ കേട്ടോ. കൊണ്ടാക്കിയാ? ഇനിയിപ്പോൾ അവിടെ പോയൊരു ടാറ്റ പറച്ചിലുണ്ട്. പിന്നെ ഇനി അവിടെ പോയൊരു ടാറ്റ പറച്ചിലുണ്ട് കേട്ടോ. പുറത്ത് കൊണ്ടുപോയി എവിടെ അച്ഛാ പൂട്ടുന്നു. പോകുന്നു. ടാറ്റാ. ടാറ്റാ. ഇത് കണ്ട
ടാറ്റാ. ആ ടാറ്റാ. ഇത് കണ്ട അച്ഛൻ. അപ്പോൾ പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നാളെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ദേ ടാറ്റ പോയി. ഡാഡി പോയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കണ്ടോ, അവന് പോകുന്നതിന് മുമ്പ് ഒരു ടാറ്റയൊക്കെ പറയണം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ. ആ ദേ ഒച്ച വെക്കുന്നു കണ്ടോ. വിളിച്ചേ ഡാഡി, ഡാഡി വിളിച്ചേ പൊന്ന്. ഒച്ച എടുത്ത് വിളിച്ചേ പൊന്ന്. ഓ ഒന്ന് വിളിച്ചേ ഡാഡിയെ വിളിച്ചേ ടാറ്റാ പറഞ്ഞേ. ഒച്ച എടുത്ത് പറഞ്ഞേ ടാറ്റാന്ന് പറയും കേട്ടോ അവൻ. ഡാഡിക്കും പോകാൻ മനസ്സില്ല അവനെ വിട്ട്. കണ്ടോ ടാറ്റ പോയി. ബാ. ഇനി അവൻ കയറും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.